ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിഗ്രഹങ്ങൾ വിറ്റെന്നല്ല സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റെന്നാണ് വിദേശ വ്യവസായി നൽകിയ മൊഴി. ഡി മണിയും പോറ്റിയും തമ്മിൽ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് എന്നാണ് ഈ മൊഴിയിൽ പരാമർശമുള്ളത്. വ്യവസായി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് SIT നടത്തിയ അന്വേഷണത്തിലാണ് ദിണ്ടിഗലിൽ എത്തിയത്. അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളായി ആദ്യം ചേരുന്നത്. അനന്തൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സ്വർണ്ണ ഉരുപ്പടികളാണ് വിറ്റത് എന്ന തരത്തിലുള്ള മൊഴികൾ വ്യവസായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പുതിയതായിട്ട് SITക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എത്രത്തോളം നിർണായകമാണ്? പൂജ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി നടക്കുന്നത്. ആ ഡിണ്ടിഗലിലേക്ക് SIT എത്തിച്ചത് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയ മൊഴിയായിരുന്നു. അപ്പോൾ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ് നേരത്തെ വന്നിരുന്നത് ഈ ഡിണ്ടിഗലിലുള്ള അല്ലെങ്കിൽ ഡി മണി എന്ന ഇടപാടുകാരനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവനന്തപുരത്ത് വെച്ച് വിഗ്രഹങ്ങൾ കൈമാറുന്നത് കണ്ടു എന്നായിരുന്നു. എന്നാൽ ആ മൊഴിയുടെ കൂടുതൽ ആ മൊഴി സംബന്ധിച്ച വിഗ്രഹങ്ങൾ വിറ്റു എന്നല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിദേശ വ്യവസായി SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് ശബരിമലയിലെ ഉരുപ്പടികൾ ഈ തിരുവനന്തപുരത്ത് വെച്ച് ഈ ഡി മണി എന്ന് പറയുന്ന ആൾക്ക് കൈമാറിയെന്നും അതിന് താൻ സാക്ഷിയാണെന്നും ഈ ഇടപാടിനായി തന്നെയാണ് ആദ്യം സമീപിച്ചതെന്നുമാണ് ഇപ്പോൾ ആ മൊഴി സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്, ആ മൊഴി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഡിണ്ടിഗലിൽ എത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ചില മാധ്യമങ്ങളിലൊക്കെ പഞ്ചലോക വിഗ്രഹങ്ങളുടെ ഇടപാട് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു എന്നായിരുന്നു വിദേശ വ്യവസായി നൽകിയ വിവരം എന്നായിരുന്നു. എന്നാൽ വിദേശ വ്യവസായി അങ്ങനെയല്ല നൽകിയ വിവരം. അത് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ തന്നെയാണ് കൈമാറുന്നത് താൻ കണ്ടതെന്നാണ് വിവരം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിണ്ടിഗലിലേക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT പോവുകയും ചെയ്തത്. അതിനൊപ്പം തന്നെ ഈ SIT ഡിണ്ടിഗലിൽ അവിടെ ഒരു മണി എന്ന് പറയുന്ന സുബ്രഹ്മണ്യെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളിലേക്ക് എത്തിയത് ഒരു നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണമാണ്. ആ നമ്പർ മണിയുടേതാണെന്ന് അയാൾ സ്ഥിരീകരിക്കുന്നു. ആ നമ്പർ പക്ഷേ തൻ്റെ സുഹൃത്തായ ബാലമുരുകൻ്റെ പേരിലാണെന്നൊക്കെ സമ്മതിക്കുന്നു. ആ നമ്പർ കൊടുത്തത് അങ്ങനെ ഒരു നമ്പർ ഉണ്ട് എന്ന് SITക്ക് വിവരം ലഭിക്കുന്നതും ഈ വിദേശ വ്യവസായിയിൽ നിന്നാണ്. ഈ വിദേശ വ്യവസായി ഡി മണി എന്ന് പറയുന്ന ആളെക്കുറിച്ച് വിവരം നൽകുന്നു. അയാളുമായി ബന്ധപ്പെട്ട ഒരു നമ്പർ കൂടി SITക്ക് നൽകിയിരുന്നു. ആ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണമാണ് ഡിണ്ടിഗലിലെ മണി എന്ന സുബ്രഹ്മണ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഡിണ്ടിഗലിലെ മണി സമ്മതിച്ചിട്ടില്ല ഇക്കാര്യങ്ങളൊന്നും. അയാൾ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണിയല്ല, തൻ്റെ പേര് സുബ്രഹ്മണി എന്നാണ്, താൻ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് എന്നുള്ളതാണ്. പക്ഷേ SIT അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അയാളോട് ഈ മാസം 30-ാം തീയതി, അതായത് മറ്റന്നാൾ തിരുവനന്തപുരത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ സുഹൃത്തായ അയാളുടെ കയ്യിലിരിക്കുന്ന സിമ്മിൻ്റെ യഥാർത്ഥ ഉടമയായ ബാലമുരുകനോടും എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ചോദ്യം ചെയ്യൽ നിർണായകമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനൊപ്പം ഈ അന്വേഷണ സംഘത്തിൻ്റെ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ ഈ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഈ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ നൽകുകയും ചെയ്യും. പൂജ, അതായത് അനന്തൻ, ഇപ്പോൾ ഈ ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായൊന്ന് കണക്ട് ചെയ്യാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ കുറേ നാളുകളായിട്ട് ഈ പറയുന്ന കുറേ പേരുകളുണ്ട്. അതിൽ യഥാർത്ഥ മണി ആരാണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം ഉടനെ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പ്രവാസി വ്യവസായി എന്ന് പറയുന്ന ആളുടെ വ്യക്തമായിട്ടുള്ള മൊഴി വേണം. അയാളെ മുന്നിലേക്ക് എത്തിക്കണം. ഈ ഡി മണിയും ബാലമുരുകനും ഉൾപ്പെടെയുള്ളവർ മുന്നിലേക്ക് വരണം. അങ്ങനെ നാളെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായി മാറുമ്പോൾ അന്വേഷണ സംഘം എത്രത്തോളം വേഗത്തിലാണ്, അല്ലെങ്കിൽ എത്ര മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിലിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ മണി എന്ന് പറയുന്ന സുബ്രഹ്മണ്യയ്ക്ക് സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. അയാളെപ്പറ്റിയുള്ള വിവരം നൽകിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വിദേശ വ്യവസായിയുമാണ്. അപ്പോൾ അവർ പറയുന്നത്, ഇപ്പോഴും ഈ വ്യവസായി പറയുന്നത് ഈ SIT തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിൽ കണ്ടെത്തിയിരിക്കുന്ന മണി തന്നെയാണ് ഡി മണി, താൻ ഉദ്ദേശിച്ച മണി എന്നാണ്. മാത്രമല്ല ഇയാളുടെ പേര് ഡി മണി എന്നല്ല അയാൾ പറയുന്നത്, MS മണി എന്നാണ്. മുഴുവൻ പേര് സുബ്രഹ്മണി എന്നുള്ളതാണ്. പക്ഷേ ഈ വിദേശ വ്യവസായവുമായി ബന്ധപ്പെടുമ്പോൾ SITക്ക് കിട്ടുന്ന മറുപടി ഇയാൾ തന്നെയാണ് താൻ ഉദ്ദേശിച്ച മണി. മാത്രമല്ല ഇയാൾ ഈ വിഗ്രഹ കച്ചവട മേഖലകളിലൊക്കെ ഇയാളുടെ പേര് ദാവൂദ് മണി എന്നാണ്. അവിടെയാണ് ദാവൂദ് മണി, ഡി മണി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ ഡിണ്ടിഗൽ അന്വേഷിക്കുമ്പോൾ ഇയാൾക്ക് മറ്റു ചില പേരുകളാണ്, പോപ്കോൺ മണി,
ഓട്ടോ മണി എന്ന പേരിലൊക്കെയാണ് അവിടെ അറിയപ്പെടുന്നത്. ഇയാൾക്ക് ഫിനാൻസ് ബിസിനസ്സുമുണ്ട്. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. അതും പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. മാത്രമല്ല SIT സംഘം ഡിണ്ടിഗലിൽ നിന്ന് മടങ്ങിയെങ്കിലും ഇയാളുടെ ഭൂമി ഇടപാടുകൾ അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഈ വിദേശ വ്യവസായി നൽകിയ നമ്പർ അത് ആ ഡിമണിയുടേതാണെന്ന് ഇപ്പോൾ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ മണിയുടേതാണെന്ന് SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ ഉപയോഗിച്ച് നടത്തിയ ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും അതായത് ആദ്യം വിഗ്രഹം എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ സ്വർണ്ണ ഉരുപ്പടികളാണ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ന് പറയുന്നല്ലോ. അപ്പോൾ അത് പ്രവാസി വ്യവസായി നൽകിയ മൊഴിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഈ ഇടപാടുകളെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ഇതൊക്കെ ഏത് സമയത്താണ്, എങ്ങനെയാണ് ഇവരെല്ലാം ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് ഈ ഇടപാടുകൾ നടന്നത് ഏതാണ്ട് 4-5 വർഷം മുമ്പ് ആണെന്നാണ് കൃത്യമായ ഒരു ഡേറ്റ് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരം നമുക്ക് അറിയില്ല. പക്ഷേ വിദേശ വ്യവസായവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഡേറ്റ് സഹിതം ദിവസം സഹിതം അന്വേഷണ സംഘത്തിന് മൊഴിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഗ്രഹം ഇതിപ്പോൾ പുതിയ മൊഴിയല്ല. അത് അങ്ങനൊരു സംശയം വരും കേൾക്കുന്നവർക്ക് പൂജ. കാരണം വിദേശ വ്യവസായി ആദ്യം നൽകിയ മൊഴി തന്നെയാണ് അതിൽ കൂടുതൽ വ്യക്തതയാണ് നമ്മളിപ്പോൾ വരുത്തുന്നത്. കാരണം നേരത്തെ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു ഈ വിഗ്രഹ കച്ചവടം നടന്നു എന്നുള്ളതാണ്. പഞ്ചലോക വിഗ്രഹം, പ്രത്യേകിച്ച് ശബരിമലയിൽ അങ്ങനെ ഒരു പഞ്ചലോക വിഗ്രഹം ആകെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം മാത്രമേ ഉള്ളൂ, മറ്റു വിഗ്രഹങ്ങളൊന്നും ഇല്ലതാനും. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ഈ വിദേശ വ്യവസായി SITക്ക് നൽകിയ ഡിമണിയുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയിൽ പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ തിരുവനന്തപുരത്ത് വെച്ച് ഡിമണി എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ മണിയാണോ ആ ഡിമണി എന്നുള്ളത് സംബന്ധിച്ചാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ വിദേശ വ്യവസായി ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പറയുന്നത് അത് തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ മണിയോട് SIT നേരത്തെ ചോദിച്ചിരുന്നു ഇയാൾ തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് മാതൃഭൂമി ന്യൂസുമായി ഇയാൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഈ താൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷം തൊഴാൻ വന്നിട്ടുണ്ട്, നേരത്തെ സ്ഥിരമായി ശബരിമലയിൽ വരുമായിരുന്നു, അങ്ങനെ കേരളത്തിൽ വരുന്നത് ആ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. ഏതായാലും ഇയാളുടെ നീക്കങ്ങൾ, ഇയാളുടെ മുൻകാല പശ്ചാത്തലമൊക്കെ സംബന്ധിച്ച് SIT കൃത്യമായ വിവരങ്ങൾ തേടുകയാണ്. ഇപ്പോഴും സ്വർണ്ണക്കൊള്ളയുമായി ഈ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ മണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പൂജ.